ലഹരിക്കെതിരെ ഗവർണർ വിളിച്ചു ചേർത്ത വിസിമാരുടെ യോഗം അവസാനിച്ചു. സർവകലാശാലകളിൽ ലഹരിക്കെതിരെ മാർഗരേഖ തയ്യാറാക്കാനും നിർദ്ദേശം. യോഗത്തിൽ ഗവർണർ ഡിജിപിയോട് റിപ്പോർട്ട് തേടി. വിവരങ്ങളുമായി ഇപ്പോൾ സൂര്യ ഗായത്രി ചേരുന്നുണ്ട്. സൂര്യ, ലഹരിക്കെതിരെ ഗവർണർ വിളിച്ചു ചേർത്ത വിസിമാരുടെ യോഗം അവസാനിച്ചിട്ടുണ്ട്. എപ്പോഴായിരിക്കും ഇതിനൊരു മാർഗരേഖ തയ്യാറാക്കി ഇതിന്റെ പരിപാടികളൊക്കെ തുടങ്ങുക? വിശദാംശങ്ങൾ എങ്ങനെയാണ്? പൂർണ്ണമായിട്ടും ലഹരി മുക്തമാക്കാനുള്ള നടപടികൾ അത് ചാൻസലറിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഈ വലിയ തോതിലുള്ള ലഹരി ഉപയോഗം അത് ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്നുള്ള വാർത്തകളും അത്തരത്തിലുള്ള വിവരങ്ങളും ഒക്കെ തന്നെ ഉയരുന്ന സാഹചര്യത്തിലാണ് ചാൻസലർ കൂടിയായ ഗവർണർ RV അർലേക്കർ വിസിമാരുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നത്. സർവകലാശാലകൾ ഏകീകൃതമായി ചേർന്നുകൊണ്ട് യോജിച്ച് ചേർന്നുകൊണ്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്തണം, നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ഗവർണർ ഉന്നയിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത്. സർവകലാശാലകളിൽ അത് സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാർഗരേഖ തയ്യാറാക്കും. മാർഗരേഖ അടുത്ത ദിവസം തന്നെ പുറത്തുവരും എന്നുള്ളതാണ് അതിനുശേഷം മോഹൻ കുന്നുമ്മൽ അടക്കം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ക്യാമ്പസുകൾ പോലെ തന്നെ ഹോസ്റ്റലുകളിലും പരിശോധന ശക്തമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് നിർമ്മിത ബുദ്ധിയുടെ അടക്കം സഹായം തേടിക്കൊണ്ടായിരിക്കും ഈ സർവകലാശാലകളിലും ഹോസ്റ്റലുകളിലും ഒക്കെ തന്നെ ലഹരി ഉപയോഗം സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്തുക, ലഹരിയുടെ ഉപയോഗം കുറയ്ക്കുക, ലഹരി വ്യാപനം തടയുക, അതുപോലെ തന്നെ ഈ ലഹരിയുടെ ഒഴുക്ക് തടയുക, അതിന്റെ ഉറവിടം കൃത്യമായിട്ട് കണ്ടെത്തി അത് നശിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് ചാൻസലറുടെ നേതൃത്വത്തിൽ വിസിമാർ നടത്താൻ പോകുന്നത്. ഈ സർവകലാശാലകളിൽ അധ്യാപകരുടെയും അതുപോലെ തന്നെ രക്ഷകർത്താക്കളുടെയും ഒക്കെ യോജിച്ചുള്ള പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും കൂടി ചേർത്തുകൊണ്ടാണ് ഈ നടപടികളിലേക്ക് പോകാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൂർണ്ണമായിട്ടും ലഹരി മുക്തമാക്കുക സംസ്ഥാനത്തെ ക്യാമ്പസുകൾ എന്നുള്ളത് തന്നെയാണ് ഈ പ്രവർത്തനങ്ങളുടെ ഒരു അടിസ്ഥാന ലക്ഷ്യമെന്ന് പറയുന്നത്. ഇതിൽ ഇന്നിപ്പോൾ വിസിമാരുടെ യോഗമാണ് ഗവർണർ വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നത്. അടുത്ത ദിവസം തന്നെ MPമാരുടെ യോഗവും ഗവർണർ വിളിച്ചു ചേർക്കുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഈ നടപടികളിലും പ്രവർത്തനങ്ങളിലും ഒക്കെ തന്നെ MPമാരെ കൂടി ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഈ മാസത്തിൽ ഒരു ദിവസം ലഹരി മുക്ത ദിനമായിട്ട് ക്യാമ്പസുകളിൽ ആചരിക്കാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലഹരിയുമായി ബന്ധപ്പെട്ട് ഉള്ള ബോധവൽക്കരണ ക്ലാസുകൾ ക്യാമ്പസുകളിൽ കുട്ടികൾക്ക് നൽകണം, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള നിർദ്ദേശം ഇന്നത്തെ യോഗത്തിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൂർണ്ണമായിട്ടും ലഹരിയെ തുടച്ചു നീക്കുക ക്യാമ്പസുകളിൽ നിന്ന് എന്നുള്ളത് തന്നെയാണ് ഈ പ്രവർത്തനങ്ങളുടെ ഒക്കെ തന്നെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. അതുമായി ഗവർണറുടെ നേതൃത്വത്തിൽ പദ്ധതികൾ നടപ്പാക്കുന്നു, അതുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പരിശോധനകൾക്കും പ്രവർത്തനങ്ങളിലും ഒക്കെ തന്നെ പോലീസ് അടക്കമുള്ള സേനയെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് എടുത്തിരിക്കുന്ന തീരുമാനം. നിലവിൽ DGPയോട് ഇപ്പോൾ ഗവർണർ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. ആ റിപ്പോർട്ടിന്റെ അടക്കം ായിരിക്കും പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുക. മാർഗരേഖ അടുത്ത ദിവസം തന്നെ പുറത്തുവരുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ആ മാർഗരേഖയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ നടപടികളൊക്കെ തന്നെ നടപ്പിലാക്കുക എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ശരി, സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്.